ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു കല്യാണ വീട്ടിൽ പോയി. കല്യാണ വീട്ടിൽ ചെന്നപ്പോ ഇയാൾ കാര്യമായിട്ട് എന്നോട് പറയാണ്, നിങ്ങളെ ബാപ്പ ഇന്നലെ രാത്രി വന്നിരുന്നു, ബാപ്പാനെ ബഹുമാനിച്ചിട്ട് ഞാൻ ഗാനമേള നിർത്തി വെച്ചു. ബാപ്പ പോയപ്പോ ഞാൻ തുടങ്ങി. വീടുകളുടെ ഉള്ളിൽ സീരിയലുകൾ നിറഞ്ഞ വീടുകളായി മാറിയതിൽ അന്യ പെണ്ണിനെ ഏതോ ഒരു പെൺകുട്ടിയെ ഏതോ ഒരു പുരുഷൻ പരസ്യമായി സ്വന്തം ബാപ്പയും ഉമ്മയും ഇരുന്നിട്ട് സീരിയലിന്റെ മുന്നിൽ ഇരുന്നിട്ട് ഇങ്ങനെ നോക്കുമ്പോ ഒരു അന്യ പുരുഷനും അന്യ പെണ്ണും രണ്ട് ചുണ്ടുകൾ കോർപ്പിച്ചിട്ട് കിസ് ചെയ്യുന്നത് കാണുമ്പോ ആ ഉമ്മാക്ക് വിഷമം തോന്നിയില്ല, ബാപ്പാക്ക് വിഷമം തോന്നിയില്ല. സ്വന്തം മക്കളെയും കൂട്ടിയിരുന്ന് സീരിയല് കണ്ടിട്ട് ഏതോ ഒരു പെൺകുട്ടിയുടെ പിന്നാലെ വാലാട്ടി നടക്കുന്ന കാണുമ്പോ ഇത് നോക്കിയിട്ട് ആ ഉമ്മ കരിയാണ്, ആ സീരിയല് നോക്കിയിട്ട് കരയുന്ന ബാപ്പയാണ്. അതുപോലെ ടാക്കീസുകളിൽ കൊണ്ടുപോയി ഇരുത്തുന്ന ബാപ്പമാരാണ്. ഇതുപോലെ സിനിമയിലും തോന്നിവാസങ്ങളിലും തിന്മകളുടെ വഴികൾ തുറന്നു കൊടുക്കുന്ന ഉമ്മമാരും ബാപ്പമാരുമായി പുതിയ തലമുറയിലെ ഉമ്മമാരും ബാപ്പമാരും അതപ്പതിച്ചുപോയി. അങ്ങനെ അയാൾ വയത് കേൾക്കുന്ന ഉമ്മമാരെ, നമ്മളെ മക്കൾക്ക് അതേ നമ്മളെ വിചാരിച്ച ബ്രേക്കിൽ പിടിച്ച് ഒതുക്കാന്ന് വിചാരിക്കരുത്. അവര് പിന്നെ അവസാനം നിരീശ്വരവാദത്തിന്റെ അങ്ങേയറ്റം വരെ എത്തിപ്പോകാനും ആ ഒരൊറ്റ സിനിമ കാണലും മതിയായി പോയി. മദ്രസയിൽ പോകുമ്പോ തലയിലിട്ടാ മതി, സ്കൂളിൽ പോകുമ്പോ അത്ര ശ്രദ്ധിക്കണ്ടില്ല എന്ന് ഉപദേശിച്ച ഉമ്മയാണോ ആ മകള് പിൽക്കാലത്ത് തലയിൽ തീരെ തട്ടടാത്ത മോളായാൽ ഓ എന്റെ വയല് കേൾക്കുന്ന ഉമ്മ പിന്നെ വിരല് കടിച്ചിട്ട് കാര്യം ഉണ്ടാകൂല. അതാ ഞാൻ പറഞ്ഞത്, തുടങ്ങുന്നത് ചെറുതായിട്ടാണ്, പിന്നെ അത് പോയി തീരുന്നത് നിരീശ്വരവാദത്തിലാണ്. ഒരിക്കലും ഒരു ദിവസം കൊണ്ട് ഞാൻ നിരീശ്വരവാദിയാന്ന് പറഞ്ഞു വന്നതല്ല. പിന്നെ ഇതുപോലുള്ള ചില പ്രവർത്തനങ്ങളിലൂടെ അവർ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടുകൾ ഓരോന്നോരോന്നായി കെട്ടിമുറിക്കാൻ തുടങ്ങി. ഉമ്മ പറയുന്നത്, ഉസ്താദ് പറയുന്നുണ്ട്, ഏതെങ്കിലും അന്യപുരുഷനെ കാണലും തൊടലൊക്കെ ഹറാമാണ്. സ്വന്തം ഉമ്മയോ സ്വന്തം ഉമ്മക്ക് അതൊന്നും ഒരു പ്രശ്നമായിട്ട് തോന്നില്ല. അയൽവാസിനെയും തൊടുന്ന കാണുന്നുണ്ട്, അപ്പുറത്ത് ബോട്ടിന് പോയപ്പോ ബോട്ട് ചോദിക്കാൻ പോയി കൈ പിടിച്ച് കാണുന്നുണ്ട്, അങ്ങനെ കാണുന്നുണ്ടോ? അപ്പൊ ഈ കുട്ടിക്ക് ഒരു വാല്യൂ ഉണ്ടാകൂല. ഉമ്മ ആദ്യം അനുസരിച്ചിട്ടില്ലല്ലോ, എന്റെ ഉമ്മാക്കൊന്നും പറ്റിയിട്ടില്ലല്ലോ, അപ്പൊ പിന്നെ എനിക്കൊന്നും പറ്റാനൊന്നും പോകുന്നില്ല. ആദ്യം തട്ടിയത് എന്ത്? ഇവന്റെ രാഷ്ട്രീയം കൊണ്ടുണ്ടായതാ. ഇപ്പൊ ചില ആളുകളുണ്ട് ഭയങ്കര സലാം പറയല, കണ്ടാത്തൊന്ന് എന്തൊരു ഈമാനാ പഠിച്ചോനെ അല്ലെ. ഇസ്ലാം അങ്ങ് പുളുകിയിട്ടേ ബോട്ടിങ് വരുമ്പോഴേക്ക് പെൺകുട്ടികൾ നല്ല ഭംഗിയുള്ള നല്ല മൊക്കനെയും കുപ്പായൊക്കെ ധരിപ്പിച്ചിട്ട് ഇങ്ങ് പുറത്തിറക്കിയിട്ട് കൊണ്ടുവരികയാണ്. എന്തിനറിയാം? ബോട്ട് പിടിക്കാന്. എന്നിട്ട് പോയിട്ട് അസ്സലാമു അലൈക്കും എന്നിട്ട് കൈ നീട്ടി കൊടുക്കുകയാണ്. അപ്പൊ ഈ പറയുന്ന കക്ഷിക്ക് കൈ നീട്ടിയിട്ട് കൊടുക്കാതിരിക്കുമ്പോ പഞ്ചായത്ത് പ്രസിഡന്റായ എന്റെ വീടിന്റെ പെർമിറ്റ് നോക്കിയിട്ട് വരുവോ പഠിച്ചോനെ എന്ന് വിചാരിച്ചിട്ട് കൈ നീട്ടി കൊടുക്കുകയാണ്. ഓ എന്റെ വയലുകൾക്ക് എന്ന ഉമ്മ, ദുന്യാവിലെ വീട്ടിന്റെ പെർമിറ്റ് അല്ല നീ ഉണ്ടാക്കി വെക്കേണ്ടത്, ആഖിറത്തിന്റെ വീട്ടിലേക്ക് നമ്പറാ ഇടേണ്ടത്. ഇവിടെ വീട്ടിന് നമ്പർ ഇല്ലാത്തത് കൊണ്ട് ഖബറിൽ ചെല്ലുമ്പോ വീട്ടിന്റെ നമ്പർ ചോദിച്ചിട്ട് പ്രവേശിപ്പിക്കൂന്ന് വിചാരിക്കണ്ട. ഖബറിന്റെ ഉള്ളിൽ കിടക്കുമ്പോൾ നിന്റെ വീട്ടിന്റെ നമ്പർ വേണ്ട, പഞ്ചായത്തിന്റെ അംഗീകാരം വേണ്ട, രാഷ്ട്രീയക്കാരന്റെ കൊടി വേണ്ട. ഖബറിലെത്തുമ്പോ ചോദിക്കുന്ന ഏത് കൊടിയും പൊതിഞ്ഞിട്ടാ വന്നത് എന്നാണോ, ഏത് രാഷ്ട്രീയക്കാരനായിട്ടാ പ്രവർത്തിച്ചത് എന്നാണോ? അസ്തഗ്ഫിറുല്ലാഹ്. എന്റെ വയല് കേൾക്കുന്ന ഈമാനുള്ള ഉമ്മമാരെ, വയല് കേൾക്കുന്ന ഈമാനുള്ള ഉപ്പമാരെ, എന്റെ വയല് ഈമാനുള്ളവരോടാണ്, അല്ലാഹുവിൽ വിശ്വസിക്കുന്നവരോടാണ്, അള്ളാന്റെ റസൂലിനെ അംഗീകരിക്കുന്നവരോടാണ്. ഏത് തങ്ങൾ വിളിച്ചാലും, ഏത് മുസ്ലിം വിളിച്ചാലും, ഏത് ഖാദിയാർ വിളിച്ചാലും, എല്ലാത്തവർ വിളിച്ചാലും എന്റെ വയല് കേൾക്കുന്ന ഉമ്മ അന്യ പെണ്ണിന്റെ അന്യ പുരുഷന്റെ മുന്നിൽ പോയി ഭംഗി പ്രദർശനം നടത്താൻ ഒരു രാഷ്ട്രീയവും ഇസ്ലാം അനുവദിച്ചിട്ടില്ല. എന്താ നിങ്ങൾ പറയുന്നത്? ഞാൻ ഇസ്ലാമിന്റെ നിയമം പറയുന്നത്, രാഷ്ട്രീയത്തിന്റെ നിയമമല്ല. മൊയ്ലിയാരെ 50% സംവരണം ഉള്ളതൊന്നും നിങ്ങൾ അറിയില്ലേ? ഞങ്ങൾക്ക് 50% അല്ല 100% സംവരണം വന്നാലും ഞാൻ നിങ്ങളോട് പറയുന്നത്, സ്വർഗത്തിൽ കിടക്കണോ ഏത് തങ്ങള് വിളിച്ചിട്ടായാലും, ഏത് മുസ്ലിയാര് വിളിച്ചിട്ടായാലും, ഏത് കാളിയാര് വിളിച്ചിട്ടായാലും അന്യപുരുഷന്റെ മുന്നിൽ പോയി നിൽക്കുന്ന സ്വഭാവമാണോ? അന്യപുരുഷന് കൈ കൊടുക്കുന്ന സ്വഭാവമാണോ? അന്യപുരുഷനെ തൊടുന്ന സ്വഭാവമാണോ? എനിക്ക് കളറിന്റെ നോട്ടമില്ല, രാഷ്ട്രീയത്തിന്റെ നോട്ടമില്ല. കാരണം നിങ്ങൾ എന്നെ വിളിച്ചത് രാഷ്ട്രീയം പറയാനല്ല, നിങ്ങൾ ഇവിടെ വയല് സംഘടിപ്പിച്ചത് രാഷ്ട്രീയം പറയാനല്ല, രാഷ്ട്രീയത്തിന്റെ സ്റ്റേജിൽ കയറിയിട്ടല്ല ഞാൻ പറയുന്നത്. അള്ളാന്റെ ദീന് നിലനിർത്തണം എന്ന് ചിന്തിക്കുന്ന സുന്നത്യമായത്തിന്റെ പ്രവർത്തകന്മാർ അള്ളാന്റെ ദീന് നിലനിർത്താൻ വേണ്ടിയാ വയല് സംഘടിപ്പിച്ചത്. ഇത് പറയൽ നിങ്ങൾ സ്റ്റേജ് കെട്ടിത്തന്ന
അള്ളാന്റെ ദീന് നിലനിർത്താൻ എനിക്ക് ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം നിർവഹിക്കാനാ നിങ്ങൾ എന്നെ വിളിച്ചുകൊണ്ടുവന്ന് കൊണ്ട് ഒരു കളറിനെയും നോട്ടമില്ല. മുസ്ലിമിന്റെ പേരാകട്ടെ അല്ലാത്ത പേരാകട്ടെ, ഉമ്മമാരെ രാഷ്ട്രീയ പാർട്ടിയുടെ പേര് പറഞ്ഞിട്ട് അന്യപുരുഷന്റെ കൈപിടിക്കുന്ന സ്വഭാവമുള്ളൂ, അന്യപുരുഷന്റെ മുന്നിൽ പോയി നിൽക്കുന്ന സ്വഭാവമുള്ളൂ, അന്യപുരുഷനെ തൊടുന്ന സ്വഭാവമുള്ളൂ. അവരുടെ ജയത്തിനോ തോൽവിക്കോ വേണ്ടിയിട്ട് റോഡിലിറങ്ങിയിട്ട് ശരീരത്തിന്റെ ഭംഗി പ്രദർശിപ്പിക്കുന്ന സ്വഭാവമുള്ളൂ. അള്ളാന്റെ ദീനിന്റെ നിയമമാണ് പറയുന്നത്, പച്ച ഹറാമാണ്, സംശയിക്കേണ്ടതില്ല. മൊയ്ലാരെ സംവരണം വന്നാ പിന്നെന്താ ചെയ്യല്? ഖബറിലെത്തുമ്പോൾ സംവരണം ചോദിക്കൂല, സ്വർഗത്ത് പോകുമ്പോ സംവരണം കൊണ്ട് രക്ഷപ്പെടൂല, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സംവരണം കാരണമൂല. രക്ഷപ്പെടണോ സ്വന്തം ശരീരത്തിന്റെ കാര്യം സ്വർഗത്തിന് വേണ്ടി ഒരുക്കി വെച്ചാലല്ലാതെ രക്ഷപ്പെടാൻ പോകുന്നില്ല. എന്റെ വയല് കേൾക്കുന്ന ഉപ്പാപ്പമാരെ, വയല് കേൾക്കുന്ന ഉപ്പമാരെ, രാഷ്ട്രീയത്തില് പെണ്ണിന്റെ കൈപിടിക്കല് ജായിസാണ് എന്നുള്ള ധാരണയുള്ളൂ, പച്ച ഹറാമാണ്. രാഷ്ട്രീയത്തിന്റെ കാഴ്ചപ്പാടിൽ ചിലപ്പോൾ അത് നിർബന്ധമായിരിക്കാം, ചിലപ്പോൾ അത് ശരിയായിരിക്കാം. ഞാൻ പറഞ്ഞത് രാഷ്ട്രീയത്തിന്റെ നിലപാടല്ല, അള്ളാന്റെ ദീനിന്റെ നിലപാടാണ്. അന്യ പെണ്ണിന്റെ ശരീരത്തിലേക്ക് നോക്കുന്നതിന്റെ വിരിതൽ ഹറാമാണ്. അന്യപെണ്ണിന്റെ ശരീരത്തിലേക്ക് നോക്കുന്നതിന്റെ വിധി തന്നെ ഹറാമാണ്. മൊയ്ലാരെ കണ്ടതാണെങ്കിലോ ആദ്യത്തെ കാണല് ജായിസാണ് എന്ന് പറയുന്നത് ഉസ്താദുമാര് പറയുന്നത് കേട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ഒന്നാമത്തെ കാണല് ജായിസാണ് എന്ന് വിചാരിച്ചിട്ട് ഏതെങ്കിലും രാഷ്ട്രീയ പ്രസംഗം നടത്തുന്ന പെണ്ണിന്റെ പ്രസംഗം കേൾക്കാൻ പോയിട്ട് ഒറ്റ കാണലെ മൊയ്ലാരെ കാണൂന്ന് വിചാരിച്ചിട്ട് അവിടെ പോയിരുന്നാലും അന്യ പെണ്ണിന്റെ ശബ്ദം കേട്ട് ആസ്വദിക്കുന്നതും അവളിലേക്ക് നോക്കുന്നതും അവളും അതുപോലെ അതിലേക്ക് ശ്രദ്ധിക്കുന്നതും വിധി ഇസ്ലാമിന്റെ കാഴ്ചപ്പാടനുസരിച്ച് ഹറാം ഹറാം തന്നെ, മാറ്റം വരുത്താനില്ല. ഇതിന്റെ പേരിൽ ഏതെങ്കിലും രാഷ്ട്രീയക്കാർക്ക് ട്രോളാനുണ്ടോ? ട്രോളുന്നതിന് ഇവിടെ വിരോധമില്ല. ഏതെങ്കിലും രാഷ്ട്രീയക്കാർക്ക് ഇതിന്റെ പേരിൽ എന്തെങ്കിലും പറയാനുള്ളോ? പറയുന്നതിന് വിരോധമില്ല. ഞാനിവിടെ പറഞ്ഞത് രാഷ്ട്രീയ സംഘടനയുടെ നിയമത്തെ കുറിച്ചല്ല, അള്ളാന്റെ ദീനിന്റെ നിയമമാണ്. എന്റെ വയല് കേൾക്കുന്ന പെങ്ങന്മാരെ, വലായജിദന അള്ളാന്റെ റസൂല് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കൂട്ടം പെൺകുട്ടികളെ പരിചയപ്പെടുത്തിയിട്ടുണ്ട്. എന്താ പരിചയപ്പെടുത്തിയത്? അവർക്ക് സ്വർഗത്തിന്റെ പരിമളം പോലുമില്ല. അതാരാണ് എന്നറിയോ പെങ്ങളെ? തലയിലെ മുടി കാണിച്ച് നടക്കുന്ന പെങ്ങന്മാരുണ്ടല്ലോ. മുസ്ലിയാരെ മുമ്പാകം മാത്രമേ ഞാൻ കാണിച്ചിട്ടുള്ളൂ, മുന്നിലാകട്ടെ ബേക്കിലാകട്ടെ എവിടെയാണെങ്കിലും മുടി കാണിക്കുന്ന സ്വഭാവമുണ്ടോ? ശരീരത്തിന്റെ ഭംഗിയെടുത്ത് കാണിക്കുന്ന സ്വഭാവമുണ്ടോ? മാംസ കച്ചവടം ചെയ്യുന്ന പരിപാടിയുണ്ടോ? ഇസ്ലാമിന്റെ കാഴ്ചപ്പാടാ പറയുന്നത്. നിരീശ്വരവാദികളെ മതം പറയാനല്ലല്ലോ ഞാൻ ഇവിടെ വന്നത്, ഏതെങ്കിലും നിർമ്മലവാദികളുടെ വാദം പറയാനല്ലല്ലോ ഞാൻ ഇവിടെ വന്നത്. ഇത് പറയുന്നത് ഈമാനുള്ള ഉമ്മമാരോടാണ്, അള്ളാനെ ഭയപ്പെടുന്ന പെങ്ങന്മാരോടാണ്, സ്വർഗത്ത് കടക്കണമെന്ന് ആഗ്രഹിക്കുന്ന പെങ്ങന്മാരോടാണ്. വലായജിദന റീഹ, സ്വർഗത്തിന്റെ പരിമളം പോലുമില്ല. നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. മൊയ്ലാരെ ഒരാൾ പ്രസംഗിച്ചിക്കല്ലോ, അയാൾ സ്വർഗത്ത് പോകാനുള്ള വഴിയാണ് ഈ രാഷ്ട്രീയം. അതൊന്നും എനിക്കറിയില്ല. അതാണ് അയാൾ കണ്ട ദീൻ ഏതാണെന്ന് എനിക്കറിയില്ല. തോന്നിവാസം ചെയ്തിട്ട് സ്വർഗത്ത് പോകാനുള്ള വഴിയാണ് എന്ന് പറയുന്ന വഴി അതേത് വഴിയാണെന്ന് എനിക്കറിയില്ല. അള്ളാഹുവിന്റെ ദീനിന്റെ നിയമ പറഞ്ഞത്. അത് എന്ത് പേര് പറഞ്ഞാലും, സംവരണത്തിന്റെ പേര് പറഞ്ഞാലും, എന്ത് മണ്ണാങ്കട്ടന്റെ പേര് പറഞ്ഞാലും, അള്ളാഹുവിന്റെ ദീനിന്റെ നിയമം അന്യ പെണ്ണ് അങ്ങനെ പ്രദർശിപ്പിക്കുന്ന ശൈലിയുണ്ടോ? ഒക്കെ സ്വർഗത്തിന്റെ പരിമളം പോലും ഉണ്ടാകുന്നത് അള്ളാഹുവിന്റെ റസൂൽ മുഹമ്മദുർ റസൂലുള്ളാഹി. മൊയ്ലാരെ നിങ്ങളൊന്നും ഇക്കാലത്ത് ജീവിക്കണ്ടല്ല, 21 നൂറ്റാണ്ടിൽ ജീവിക്കേണ്ട ആള് പറയേണ്ട വാക്കായത് 6-ാം നൂറ്റാണ്ടുകാരെ വാക്കാണ്. നിങ്ങൾ എന്ത് നൂറ്റാണ്ട് എന്ന് പറഞ്ഞാലും ഞങ്ങൾക്ക് പേടിയില്ല. ചില ആളുകൾ വിചാരിച്ചത് പഴഞ്ചനാണ് എന്ന് പറയുമ്പോഴേക്ക് നമ്മൾ ബേജാറായി പോകുന്ന. നിങ്ങൾക്ക് അറിയാഞ്ഞിട്ട് ആ പഴയ കാലത്തെ ഇഞ്ചിന്റെ ബഹുമാനമൊന്നും ഇപ്പോഴത്തെ ഇഞ്ചിനൊന്നുമില്ല. ഉണ്ടോ? നിങ്ങൾ ആരോടെങ്കിലും ചോദിച്ചു നോക്ക്, പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന വണ്ടീന്റെ ഒക്കെ ഇഞ്ചിന്റെ പവർ ഇപ്പോഴത്തെ വണ്ടിക്ക് ഉണ്ടോ?
ഇല്ല. ഓൾഡിനാ ബഹുമാനോ? നിങ്ങൾക്ക് അറിയാത്തോണ്ടാ. നിങ്ങൾ ഓൾഡ് ജനറേഷൻ എന്നോ ഇനിയല്ല ഏതെങ്കിലും നൂറ്റാണ്ടിൽ ജീവിക്കേണ്ടവരല്ലാന്നോ അങ്ങനെയൊന്നും പറഞ്ഞതുകൊണ്ടൊന്നും ഈമാനുള്ള മൂമിനികളെ മനസ്സ് പൊട്ടിപ്പോകുമെന്ന് വിചാരിക്കണ്ട. നിങ്ങൾക്ക് ഏതെങ്കിലും തെറിച്ചു പോകാൻ നിൽക്കുന്ന ഇതുപോലത്തെ ഏതെങ്കിലും ഒന്നോ രണ്ടോ തട്ടിട്ടതോ അല്ലാത്തതോ മുസ്ലിമിന്റെ പേരുള്ള ഏതെങ്കിലും കാക്കമാരെ കിട്ടിയേക്കും. അവരെ കുറിച്ചല്ല ഈ പറയുന്നത്. ഈമാനുള്ള ഉമ്മമാരെ, ഈമാനുള്ള ഉപ്പമാരെ, അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്ന ഒരാറ്റ മനുഷ്യരെയും ഇത്തരം തോന്നിവാസത്തിന് കിട്ടൂല. കാരണം അവർ അള്ളാഹുവിന്റെ റസൂലിനെ അടിയുറച്ച് വിശ്വസിച്ചവരാണ്. കാലം മാറുന്നതിനനുസരിച്ച് ലോകം മാറണ്ടേന്നാ ചിലരുടെ ചിന്താഗതി. അങ്ങനെ കാലം മാറുന്നതിനനുസരിച്ച് ഖുർആൻ മാറ്റാൻ പറ്റുമോ? കാലം മാറുന്നതിനനുസരിച്ചിട്ട് ഹദീസ് മാറ്റാൻ പറ്റുമോ? കാലം മാറ്റുന്നതിനനുസരിച്ചിട്ട് കാലം മാറുന്നത് എങ്ങനെ? തമ്മാടികൾ അധികരിച്ചു വരുമ്പോൾ കാലം മാറുമെന്നുള്ളതിൽ സംശയമുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഖിയാമത്ത് നാളെടുക്കുന്ന സമയം നിർബന്ധമായി നിങ്ങൾ കുറിച്ചു വെച്ചോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വാക്കാണ്, വ്യഭിചാരം അധികരിക്കുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹി. അപ്പോൾ ഈ വിചാരികളൊക്കെ അധികരിക്കുന്ന കാലത്ത് വ്യഭിചാരം അധികരിച്ചു വരുമ്പോ എല്ലാവർക്കും അതൊരു സാധാരണയാണ് എന്ന് വെച്ചിട്ട് നമ്മൾ പോയി വ്യഭിചരിക്കലാ? തോന്നിവാസം ചെയ്യല് എല്ലാരും ചെയ്യുമ്പോ അത് ജായിസാക്കലാ? തെറ്റായിട്ട് കാണാനുള്ള മനസ്സുകളും തോന്നിവാസങ്ങൾ അധികരിച്ചു വരുമ്പോ എല്ലാരും ചെയ്യുന്നില്ലേ എന്ന് വിചാരിച്ചിട്ട് തെറ്റിനെ ചെറുതാക്കി കാണുന്ന സ്വഭാവം ഉമ്മമാരെ നമ്മളെ ജീവിതത്തിലുണ്ടോ? സ്വന്തം മക്കള് പിൽക്കാലത്ത് നിരീശ്വരവാദിയിട്ട് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാകൂല. സ്വന്തം മക്കൾ ഈ ഇസ്ലാമിന്റെ കണ്ണിൽ നിന്ന് പുറത്തുപോയി മരിച്ച ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് എല്ലാം മനസ്സില്ലാത്ത മക്കളെ സമ്പാദിച്ചു വെച്ചിട്ട് എന്ത് കിട്ടാനാ ഉപ്പമാരെ? ആലോചിച്ചു നോക്ക്. നിങ്ങള് മരിച്ചു കിടക്കുമ്പോ ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറ്റുന്ന മക്കളില്ലെങ്കിൽ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ഡോക്ടർമാരെ രക്ഷപ്പെടുത്തു, അള്ളാഹ്ക്ക് രക്ഷപ്പെടുത്താൻ കഴിയൂല എന്ന് പറയുന്ന വിവരദോഷികളായ മക്കളെ സമ്പാദിക്കുന്നതിനേക്കാൾ നല്ലത് വീട്ടിന്റെ ഉള്ളിൽ അത്തരം മക്കളെ കയറ്റാതിരിക്കലല്ലേ? അതില്ലാതിരിക്കണമെങ്കിൽ എന്ത് വേണം? ഇസ്ലാമിന്റെ ഓരോ കാഴ്ചപ്പാടുകളെ ചെറുതാക്കി കട്ടിമുറിച്ച് കളയുമ്പോ ആ ചിന്താഗതിയിൽ നിന്ന് നമുക്ക് മാറ്റി നിർത്താൻ കഴിയണം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു കല്യാണ വീട്ടിൽ പോയി. കല്യാണ വീട്ടിൽ ചെന്നപ്പോ ഇയാൾ കാര്യമായിട്ട് എന്നോട് പറയാണ്, നിങ്ങളെ ബാപ്പ ഇന്നലെ രാത്രി വന്നിരുന്നു, ബാപ്പാനെ ബഹുമാനിച്ചിട്ട് ഞാൻ ഗാനമേള നിർത്തി വെച്ചു, ബാപ്പ പോയപ്പോ ഞാൻ തുടങ്ങി. ബാപ്പ എന്താ പഠിച്ചോനാ? ബാപ്പാനെ ബഹുമാനിച്ചിട്ട് അയാൾ അത് അൽഹംദുലില്ലാഹ് ഈ ഒരു ബഹുമാനെങ്കിലും കാണിച്ചു, അതും നിർത്തി വെക്കണം എന്നല്ലേ ഞാൻ പറഞ്ഞത്. അനി അതും കൂടി അങ്ങ് നിർത്തി കളയണം, സമയം കൂടി തെറ്റ് ചെയ്തോ എന്നല്ലേ ഞാൻ പറഞ്ഞത്. ഇതിന്റെ അർത്ഥം ബാപ്പാനെ കണ്ടപ്പോൾ ഞങ്ങൾ ഗാനമേള നിർത്തി വെച്ചു, ബാപ്പ പോയപ്പോൾ പിന്നെയും തുടങ്ങി. ഞാൻ ചോദിച്ചു, ഇതെന്താ സുന്നത്താണോ? കല്യാണം എന്ന് പറയുന്നത് സുന്നത്താണ്. കല്യാണ വീട്ടിൽ ഗാനമേള ഉണ്ടാകാൻ തന്നെ സുന്നത്താ? കല്യാണ വീടുകളിൽ അത്തരം തോന്നിവാസം ഉണ്ടാകാന്ന് പറഞ്ഞാൽ സുന്നത്താണോ? ഏതെങ്കിലും ഫോട്ടോ കാണിച്ച് നിങ്ങളെ വീട്ടിലെന്തോ തോന്നിവാസം നടന്നു ആരോ ഏതെങ്കിലും സോഷ്യൽ മീഡിയയിൽ എഴുതി വെച്ചത് കണ്ടിട്ട് കല്യാണ വീടുകളിൽ നടക്കുന്ന പേക്കൂത്തുകൾക്കെതിരെ പ്രസംഗിക്കൂല എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അവരോടാ പറയാനുള്ളത്, അള്ളാഹുവിന്റെ പ്രതീക്ഷിക്കാതെ അള്ളാന്റെ റസൂലിന്റെ സുന്നത്ത് പേര് പറഞ്ഞ് കല്യാണത്തിന്റെ പേരിൽ നടത്തുന്ന പേക്കൂത്തുകളിൽ അള്ളാഹു പൊരുത്തപ്പെടാത്ത പ്രവർത്തനങ്ങൾ ചെയ്താൽ ഏതെങ്കിലും വീടുകളിലേക്ക് എന്തെങ്കിലും സന്തോഷത്തിന് ഹദിയ കൊണ്ടുപോകുന്നതിനെ കുറിച്ചോ അതിനെക്കുറിച്ചോ ഒന്നല്ലേ ഞാൻ പറയുന്നത്. കല്യാണ വീടുകളിൽ പെണ്ണുമാണ് ഇടകലർന്നിട്ട് ഇല്ലാത്ത തോന്നിവാസങ്ങൾക്ക് കല്യാണ വീടുകളെ വകവെച്ചു കൊടുക്കുന്ന ബാപ്പമാര്. അതിന് കാരണം ചോദിച്ചാലോ, പുതിയ ജനറേഷൻ അല്ലേ, ഇന്നത്തെ കുട്ടികളോടൊക്കെ അതൊക്കെ വേണ്ടാന്ന് പറഞ്ഞാൽ അതൊക്കെ അവർക്കൊരു മോശമായിട്ടാ തോന്നുന്നത്. നമ്മളൊക്കെ പയഞ്ചനാണ് എന്ന് പറയും. ഓ എന്റെ വയല് കേൾക്കുന്ന ഉപ്പമാരെ, സ്വന്തം മക്കള് പയഞ്ചനാണ് എന്ന് ബാപ്പാനെ പറ്റി പറയൂന്ന് പേടിച്ചതിന്റെ പേരിൽ ശറഈന്റെ നിയമങ്ങൾക്ക് വില കൽപ്പിക്കാത്ത ബാപ്പമാരായി നമ്മൾ മാറിപ്പോയാൽ മരിച്ചു കിടക്കുന്ന സമയത്ത് ബാപ്പാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊടുക്കൽ പയഞ്ചനാണ് എന്ന് പറയുമ്പോ വിരല് കടിച്ചിട്ട് കാര്യം ഉണ്ടാകൂല. ഡോക്ടർമാരെ വിശ്വസിച്ചാൽ മതി, അള്ളാനെ വിശ്വസിക്കണമെന്നില്ല എന്ന് പറയുന്ന നിരീശ്വരവാദിയുടെ വാക്ക് പറയുന്ന മക്കളെ സമ്പാദിച്ചിട്ട് ഖബറിൽ കിടക്കുമ്പോ എന്ത് കിട്ടാനോ? വലതുനു സാലിഹു യദ്ഉ ലഹു. മരിച്ചാലും നിലനിൽക്കുന്ന സമ്പത്ത് അത് മരിച്ചുപോയ ബാപ്പാക്ക് ദ്വാരക്കുന്ന മക്കളാണ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ മരിച്ചാൽ ഫാത്തിഹ ഓതുന്ന ദ്വാരക്കുന്ന മക്കള് അത് നമ്മളങ്ങ് മരിച്ചാ മക്കളങ്ങ് നന്നാകുമെന്ന് വിചാരിക്കരുത്. മറിച്ചോ അത് നമ്മളെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ശൈലിയാണ്. നമ്മളെ മക്കൾക്ക് ജീവിതം പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അത് പഠിപ്പിക്കൽ നിർബന്ധമുള്ളത് കൊണ്ടാണ് നമ്മളോട് പള്ളിയിലെ ഉസ്താദിന് നിർബന്ധമില്ല. ശമ്പള ഉസ്താദിന് എന്തായാലും കിട്ടും. പള്ളിയിലെ ഉസ്താദിന് ഒരു നിർബന്ധമില്ല. ഉണ്ടോ? പള്ളിയിലെ ഉസ്താദിന് നിർബന്ധമുണ്ടോ? 7 വയസ്സായാലും എന്റെ മോനോട് നിസ്കരിക്കണം എന്ന് പറയാൻ? പള്ളിയിലെ ഉസ്താദിനല്ല നിർബന്ധം, ദർസിലെ ഉസ്താദിനല്ല നിർബന്ധം. 7 വയസ്സായ കുട്ടിയോട് നിസ്കരിക്കണം എന്ന് കൽപ്പിക്കൽ ആർക്കാ നിർബന്ധം എന്നറിയോ? ബാപ്പാക്കും ഉമ്മാക്കുവാ. എന്തിനാ ബാപ്പാനെ ഉമ്മാനെ ഏൽപ്പിച്ച? എത്ര മൊയ്ലിയന്മാരുടെ നാട്ടില് ഓലേൽപ്പിച്ചൂടെ?
അത് സ്വന്തം കുട്ടികളുടെ മക്കളെ ദീനീ ബോധത്തോടുകൂടെ വളർത്തുക എന്ന് പറയുന്നത് ബാപ്പാന്റെ ഉമ്മാന്റെ ഉത്തരവാദിത്തമാണ്. അത് പള്ളിയിലെ ഉസ്താദിന്റെ ഉത്തരവാദിത്തമല്ല, നാട്ടുകാരുടെ ഉത്തരവാദിത്തമല്ല, പള്ളി പ്രസിഡന്റിന്റെ ഉത്തരവാദിത്തമല്ല. എന്റെ മകനെ 7 വയസ്സായാൽ നിസ്കരിക്കണമെന്ന് കൽപ്പിക്കേണ്ടത് എന്റെ ഉത്തരവാദിത്തമാണ്, എന്റെ ഭാര്യന്റെ ഉത്തരവാദിത്തമാണ്, എന്റെ വാപ്പാന്റെ ഉത്തരവാദിത്തമാണ്, എന്റെ ഉമ്മാന്റെ ഉത്തരവാദിത്തമാണ്. ഉമ്മാമക്കും ഉപ്പാപ്പക്കും ബാപ്പക്കും അതുപോലെ ഉമ്മാക്കുമാണ് മകനോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കൽ നിർബന്ധാകുന്നത്. 10 വയസ്സായാൽ നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണമെന്നാ. ഞാൻ അടിച്ചിട്ട് കൈയും കാലും പൊടിച്ചിട്ട് പോലീസ് വന്ന് വിളിച്ചു എന്നെ വിളിച്ചിട്ട് കാര്യം ഉണ്ടാവൂല കേട്ടോ. കുട്ടികളെ അടിക്കാൻ പറഞ്ഞാൽ കുട്ടികളോട് യോജിക്കുന്ന അടിയെ കുട്ടികളെ അടിക്കാം. കുട്ടികളായിരിക്കണം, അടിക്കണം എന്ന് പറഞ്ഞാൽ ക്ലിപ്പാക്കിയിട്ട് കുഴപ്പാക്കിയിട്ട് പ്രസംഗിച്ചിട്ട് കഷ്ണം ഉണ്ടാക്കിയിട്ട് ഏതെങ്കിലും പോയിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കരുത്. കുട്ടികളെ അടിക്കണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും അമേരിക്കക്കാരൻ ഏതെങ്കിലും രാജ്യത്തിന് അടിക്കുമ്പോൾ അടിക്കണം എന്നല്ല, അല്ലെങ്കിൽ ഇസ്രായേൽ പലസ്തീൻ അടിക്കുമ്പോൾ അടിക്കണം എന്നല്ല. കുട്ടികളെ അടിക്കണം എന്ന് പറഞ്ഞാൽ ആ കുട്ടിക്ക് പേടിയുണ്ടാകുന്ന രൂപത്തിൽ നിസ്കാരത്തിന്റെ ഗൗരവത്തെ കുറിച്ച് ബോധമുണ്ടാകാനുള്ള അടി അടിക്കണം എന്നാ. അല്ലാതെ കുട്ടിയുടെ കയ്യും കാലൊക്കെ മുറിയുന്ന രൂപത്തിൽ വേദനിപ്പിക്കുന്ന രൂപത്തിൽ അടിക്കണം എന്നല്ല. അത് അടിക്കേണ്ടി വരൂല, അടിക്കൂന്നുള്ള പേടിപ്പിക്കലുണ്ടെന്ന് ചിലപ്പോൾ മതിയാവും. അപ്പൊ ചിലപ്പോ 10 വയസ്സായാൽ നിസ്കരിച്ചില്ലെങ്കിൽ അടിക്കണം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം കയ്യും കാലും മുറിയുന്ന രൂപത്തിൽ അടിക്കണം എന്നല്ല. ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകൾ വരുന്നത്. ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു.